അൻവർ ഈ പെരുന്നാളിന് ശേഷം കാടടച്ച വലിയ പ്രചരണമായിരുന്നു. LDFനോ UDFനോ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ ഈ പ്രചരണ വാഹനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല യൂസുഫ് പത്താനെ കൊണ്ടുവന്ന് വലിയ ഒരു നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിലേക്ക് വലിയൊരു ആവേശ പ്രകടനം നടത്തി. പക്ഷെ ഇന്ന് അദ്ദേഹം പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ഏറ്റവും പരിസമാപ്തി, അതിന്റെ ഒരു വെടിക്കെട്ടാണെന്ന് പറയാം. ഇന്ന് പരമാവധി ആളുകളെ ഇറക്കി ശക്തി തെളിയിക്കുകയാണ്. ഇത് TMC പ്രവർത്തകർക്ക് അൻവർക്ക് അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ UDF റാലിക്കൊപ്പം ഞാൻ വരുമ്പോൾ ഈ TMC ഓഫീസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുന്നിലിരുന്ന് ബാൻഡ് വാദ്യം ചെയ്യുന്ന നൃത്തം ചെയ്യുന്ന ഏതാനും പ്രവർത്തകരുണ്ട്. ഒരു 10-ൽ താഴെ പ്രവർത്തകരാണ്. അവർക്ക് റോട്ടിൽ ഇറങ്ങി ഈ ആനന്ദ നൃത്തം ചവിട്ടാൻ പറ്റാത്തതിന്റെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റാത്തതിന്റെ ഒരു വേദന ഉണ്ടാകും. എന്തുകൊണ്ടാണ് അൻവർ പലതും തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും തന്ത്രം കണ്ടുവച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഈ സമയത്ത് അദ്ദേഹം മറ്റെന്തെങ്കിലും ഓപ്പറേഷനിലാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഈ ദൃശ്യതയിൽ കൊട്ടിക്കലാശത്തിന്റെ ആ ദൃശ്യങ്ങളിൽ അൻവറിന്റെ തൃണമൂൽ നമുക്ക് കാണാനില്ല. LDFന്റെയും UDFന്റെയും മാത്രമായി കൊട്ടിക്കലാശം മാറുന്നു എന്നതാണ് വസ്തുത. ഒരുപക്ഷെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന BJP ഒരുപക്ഷെ ഈ രണ്ട് മുന്നണികളുടെ ഇടയിൽ പിന്നെ ഒരു കൊട്ടിക്കലാശത്തിന്റെ സ്ഥലത്ത് അവരുടേതായ പ്രവർത്തകർ ആവേശം കാണിക്കുന്നു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ UDFന്റെയും LDFന്റെയും ഒരു ശക്തി പ്രകടനം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ബാപ്പൂട്ടി ഇവിടെ എത്തിച്ചേർന്നതോടുകൂടി അവർക്കൊപ്പം യുവ നേതാക്കൾ കൂടി എത്തിച്ചേർന്നതോടുകൂടി വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരുപക്ഷെ ഒരു 45 മിനിറ്റിൽ താഴെ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 6 മണിയോട് കൃത്യം 6 മണിക്ക് തന്നെ ഈ കൊട്ടിക്കലാശം പരസ്യ പ്രചരണം അവസാനിക്കും. അതോടുകൂടി പിന്നെ അതുവരെ മാത്രമേ അവർക്ക് ഈ ഒരു പ്രചരണത്തിന്റെ ശക്തി കാണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിൽ വലിയ ആവേശം പ്രകടമാക്കാനുള്ള ശ്രമത്തിൽ മാത്രമാണ് ഇപ്പോൾ വലിയ ആവേശം കാണിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. ഇപ്പോൾ എന്തായാലും UDFന്റെ ക്യാമ്പിലേക്കുള്ള അവരുടെ ആവേശം വർദ്ധിതമായ രൂപത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും UDFന്റെ മറ്റു കക്ഷികളുടെ പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തോടെ നമുക്ക് നിലമ്പൂർ നഗരം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് വലിയ പിന്തുണ നൽകുന്ന സ്ഥലമാണ്. മാത്രമല്ല നഗരം ടൗണിൽ നിന്ന് മാത്രമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ വലിയ തോതിൽ ഇവിടെ എത്തി ഈ ഒരു ആവേശത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ വലിയ തോതിൽ ആളുകൾ സാന്നിധ്യം ഇവിടെ കാണുന്നു എന്ന് പറയേണ്ടി വരും. അല്ലേ സാധിച്ചു? പാലക്കാട് ഒരു പക്ഷേ 3 മുന്നണികളും ശക്തമായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ വലിയ തോതിൽ ആളുകൾ ഇവിടുത്തെ നമുക്ക് ഈ റോഡ് ഷോയിലും മറ്റും കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും പാലക്കാട് വീറും വാശിയും ഏറിയ BJPക്ക് തോൽപ്പിക്കാനുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിന്റെ വീറും വാശിയും ഉണ്ടായിരുന്നു. പക്ഷേ കൊട്ടിക്കലാശത്തിന്റെ ഒരു ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ UDF ക്യാമ്പിൽ അതിനേക്കാൾ ഏറെ ആളുകളുണ്ട്. അത് പ്രത്യേകിച്ച് 22 കിലോമീറ്റർ അപ്പുറത്തുള്ള വഴിക്കടവ് അതിർത്തി മുതൽ സംസ്ഥാന അതിർത്തി മുതൽ ഇങ്ങോട്ട് ഉടനീളം ആളുകൾ ഈ ബൈക്ക് റാലിയാണ്. നമുക്ക് പാലക്കാട് ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ഒരു വാഹന ജാഥ ഉണ്ടായിരുന്നത്. ഇത് 22 കിലോമീറ്റർ